വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം നിങ്ങളുടെ സംസാരം കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ എന്നതാണ്. നമ്മുടെ സംസാര രീതിയെ ഒന്ന് അപഗ്രഥിച്ച് നോക്കാൻ ഈ അവസരം ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയതിന് ശേഷം മടങ്ങാനായി നിൽക്കുമ്പോൾ വളരെ മിടുക്കിയായ ഒരു പെൺകുട്ടി ഓടി വന്ന് എന്നോട് ഫോൺ നമ്പർ ചോദിക്കുകയുണ്ടായി. കൂട്ടുകാരുടെ നടുവിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അപ്പോൾ പറയാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഫോൺ നമ്പർ ചോദിച്ച് വാങ്ങിച്ചത്. അന്ന് വൈകിട്ട് തന്നെ ഈ പെൺകുട്ടി എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായി. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഏറെ ഊർജ്ജസ്വലയായി അന്ന് കാണപ്പെട്ട ഈ പെൺകുട്ടിക്ക് എന്തായിരിക്കും വിഷമം. ഈ പെൺകുട്ടി എന്നോട് പറയുകയാണ്, മാഡം ഞാനിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം എന്നെ ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാഡവുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ചില വാക്കുകൾ ആഴത്തിൽ മറ്റുള്ളവരെ ഹൃദയത്തിൽ മുറിപ്പെടുത്താറുണ്ട് എന്ന്. ഈ പെൺകുട്ടി പറയുകയാണ്, 10ാം ക്ലാസ്സിലെ അവസാന ദിവസം സോഷ്യൽ എന്ന് പറഞ്ഞൊരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാകുന്ന ദിവസം ഓട്ടോഗ്രാഫൊക്കെ തിരിച്ചു മാറ്റുന്ന ഒരു സമയം. അതിൻ്റെ തലേദിവസം അല്പം ഒരു നിയന്ത്രണ സ്വഭാവമുള്ള അമ്മയോട് പല ദിവസങ്ങളായി ആവശ്യപ്പെട്ടിരുന്നു, ഒരു സ്വർണ്ണ മോതിരം ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ പോകണം, കാരണം അവസാനത്തെ ദിവസം കളർ ഡ്രസ്സ് ഇട്ട് പോകാനായിട്ട് സാധിക്കും, സ്വർണ്ണ മോതിരം ഒന്ന് ഇട്ടുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. അമ്മ ചോദിച്ചപ്പോഴെല്ലാം അതിനെ വിലക്കി, അതിൻ്റെ ആവശ്യമില്ല, നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്ത് ചെയ്യും. അന്ന് രാവിലെ പോകാൻ ഇറങ്ങിയപ്പോഴും ഏറെ സങ്കടത്തോടെ ഈ പെൺകുട്ടി ചോദിച്ചു, അമ്മ ഇന്ന് ഒരു ദിവസം മാത്രം ഞാൻ ആ സ്വർണ്ണമോതിരം ഒന്ന് ഇട്ടുകൊണ്ട് പോയിട്ട് വൈകുന്നേരം വരുമ്പോഴേ ഞാൻ ഊരി അമ്മയുടെ കയ്യിൽ തരാം. മനസ്സോടെ അമ്മ അതിന് സമ്മതിച്ചു. അലമാരിയിൽ പൂട്ടിവെച്ചിരുന്ന ആ സ്വർണ്ണമോതിരം എടുത്ത് പെൺകുട്ടിക്ക് അണിയാൻ കൊടുത്തു. അതും ധരിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ ഈ പെൺകുട്ടി സ്കൂളിൽ പോവുകയുണ്ടായി. ഒരു ഗ്രാമപ്രദേശത്തെ സ്കൂളിലാണ് ഈ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. ഏറെ സന്തോഷത്തോടെ അന്നത്തെ ദിവസം മുഴുവൻ ചെലവാക്കി വൈകുന്നേരം നല്ല സന്തോഷത്തോടെ ഓട്ടോഗ്രാഫിൽ പരസ്പരം എഴുതി എല്ലാം കൊടുത്തതിന് ശേഷം ഏകദേശം 4 മണിയോടെ സ്കൂൾ പൂട്ടാറായ സമയത്താണ് പെൺകുട്ടി ഒരു ഞെട്ടലോടെ മനസ്സിലാക്കുന്നത്, തൻ്റെ കയ്യിൽ ആ സ്വർണ്ണമോതിരം ഇല്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ആ സ്കൂളിൽ തന്നെ നിന്ന് കുട്ടി വിഷമിക്കാൻ തുടങ്ങി. ഇനി തേടി നോക്കാത്ത ഒരു സ്ഥലം പോലും ഇല്ല. ക്ലാസ്സിലും ഭക്ഷണം വിളമ്പിയ ഒരു ഹാള് പോലെയുണ്ട്, അവിടെയും താഴെ ഗ്രൗണ്ടിലും കളിക്കാൻ പോയിടത്തും സ്റ്റാഫ് റൂമിൻ്റെ വാതിക്കലും തുടങ്ങി എല്ലായിടത്തും ഈ പെൺകുട്ടിയും അവളുടെ ഒരു ഉറ്റ സുഹൃത്തും കൂടെ ചേർന്ന് അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഈ മോതിരം കണ്ടെത്താനായില്ല. പെൺകുട്ടി ഏറെ വിഷമിച്ചു. ഇനി എന്ത് ചെയ്യും? വീട്ടിലോട്ട് പോകാൻ തോന്നുന്നില്ല. ആ സമയമായപ്പോഴേക്കും ഏകദേശം 4:30 മണി കഴിഞ്ഞിരുന്നു. ഏറ്റവും അവസാനം സ്കൂള് പൂട്ടി പോകുന്ന ചേട്ടൻ വന്ന് ഈ 2 കുട്ടികളോട് ചോദിച്ചു, എന്താണ് മക്കളെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്, വീട്ടിൽ പോകുന്നില്ലേ?
പെൺകുട്ടി എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും? അമ്മയുടെ മുഖമാണ് മനസ്സിൽ തെളിയുന്നത്. സ്കൂളിൻ്റെ വെളിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ പോയി ഒരു കല്ലിൽ ഈ രണ്ട് കുട്ടികളും കുറേ അധികം സമയം ഇരുന്നു. എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു പോയി. ഈ പെൺകുട്ടിയുടെ കണ്ണ് നിറയാൻ ആരംഭിച്ചു. കൂട്ടുകാരി ആശ്വസിപ്പിച്ച് കൂട്ടിനുണ്ടായിരുന്നു. 5 മണിയായപ്പോൾ വലിയ ഇടിയും മഴയും ഒക്കെ വരുന്ന ലക്ഷണങ്ങൾ കണ്ടപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, നീ എന്തായാലും വീട്ടിൽ പോ, ചെന്ന് അമ്മയോട് പറ, ഇങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറ. ഈ പെൺകുട്ടി പറഞ്ഞു, ഇല്ല, എനിക്കത് പറയാൻ സാധിക്കില്ല. അമ്മയുടെ റിയാക്ഷൻ എന്നായിരിക്കും എന്ന് എനിക്ക് ഒട്ടും ഓർക്കാൻ വയ്യ, പക്ഷെ പറയാതിരിക്കാനും വയ്യ. അങ്ങനെ പതിയെ ചെറിയ ചെറിയ കാൽവയ്പ്പുകളോടെ സ്പീഡില്ലാതെ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം 5:45 കഴിഞ്ഞിരുന്നു. മുഖം മറച്ച് ഈ പെൺകുട്ടി ഉള്ളിലേക്ക് കടന്നുപോയി. അമ്മ അടുക്കളയിൽ തിരക്കിട്ട് ജോലി ചെയ്യുകയായിരുന്നു. റൂമിനകത്ത് കയറി കതക് കുറ്റിയിട്ട ഉടനെ അമ്മ വെളിയിൽ നിന്ന് ചോദിക്കുകയാണ്, ആ വന്നോ? ഏതവൻ്റെ കൂടെ ആയിരുന്നടി ഇത്രയും സമയം? എങ്ങനെയുണ്ട്? പെൺകുട്ടിക്ക് ദുഃഖം സഹിക്കാൻ വയ്യാതെ റൂമിനകത്തിരുന്ന് കരയാൻ തുടങ്ങി. അത്രയും സമയം ഇപ്പം കരയും എന്ന മട്ടിൽ നിന്ന കുട്ടിയുടെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. ശബ്ദം വെളിയിൽ കേൾക്കാതെ ആ കുട്ടി കരഞ്ഞ് ബാത്റൂമിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറി തിരിച്ചു വന്നു. എപ്പം അമ്മയെ അഭിമുഖീകരിക്കും എന്ന പേടിയോടെ അങ്ങനെ ഇരുന്നു. അമ്മ ചോദിച്ചേയില്ല. പിറ്റേ ദിവസം രാവിലെയാണ്, പിന്നെ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, മോഡൽ എക്സാം ഒക്കെ വരുന്നു, സ്റ്റഡി ലീവാണ്, വീട്ടിലിരിക്കുന്നു. രാവിലെ ഉണർന്നു വന്ന ഉടനെ അമ്മ ചോദിച്ചു, നീ ഇന്നലെ ഒരു സ്വർണ്ണമോതിരം കൊണ്ടുപോയില്ല, അതെന്തിയെ? തന്നില്ലല്ലോ. പെൺകുട്ടിയെ പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, നിന്നോടാ ചോദിച്ചത്, സ്വർണ്ണമോതിരം എവിടെ? പെൺകുട്ടി പറഞ്ഞു, അമ്മേ, അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ കുട്ടി എന്നോട് പറയാ, രണ്ടാമത് എന്നെ ഏറ്റവും മുറിപ്പെടുത്തിയ ഒരു വാചകം അമ്മയുടെ വായിൽ നിന്ന് വന്നതാണ്, ആർക്കാടി നീ അത് ഊരി കൊടുത്തിട്ട് പോന്നത്? വളരെ നല്ല ഒരു പെൺകുട്ടിക്ക് ഈ 2 വാചകങ്ങൾ മനസ്സിൽ നിന്ന് 2 വർഷത്തിന് ശേഷവും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ സ്വർണ്ണമോതിരം നഷ്ടപ്പെട്ട് ഒരാഴ്ചക്കുള്ളിൽ ഗ്രൗണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ചേച്ചിക്ക് ഈ സ്വർണ്ണമോതിരം കിട്ടുകയും ഈ കുട്ടിയുടെ മോതിരം പോയി എന്നറിയാവുന്ന സ്കൂൾ അധികൃതരെ ഏൽപ്പിക്കുകയും ഈ കുട്ടിയെ വീട്ടിലോട്ട് ഫോൺ ചെയ്ത് വിളിച്ച് ഈ സ്വർണ്ണമോതിരം തിരിച്ച് കൊടുക്കുകയും ചെയ്തു. ആ പെൺകുട്ടി കുനിഞ്ഞ മുഖത്തോടെ ഈ സ്വർണ്ണമോതിരം അമ്മയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു. കളിച്ചതിൻ്റെ ഇടയിൽ ഊരിപ്പോയതാണ്. പക്ഷേ പെൺകുട്ടി എന്നോട് പറയുകയാണ്, ഞാൻ അമ്മയോട് ചോദിച്ചില്ല, പക്ഷെ ഞാൻ മാഡത്തോട് ചോദിക്കുകയാണ്. സ്വർണ്ണമോതിരം തിരിച്ചു കിട്ടി, പക്ഷേ അമ്മയുടെ ആ വാചകം എൻ്റെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവ് തിരിച്ചെടുക്കാൻ അമ്മയ്ക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയുടെ വായിൽ നിന്ന് വന്ന ഒരു വാചകമാണ് ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേറ്റ ഒരു പെൺകുട്ടി. നാം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മുടെ വാക്കുകൾ എത്ര ആഴത്തിലാണ് ഒരാളെ മുറിപ്പെടുത്തുന്നത് എന്ന്? അപ്പോൾ വചനം നമ്മോട് പറയുകയാണ്. ആ പെൺകുട്ടിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ കുറേ അധികം നേരം സംസാരിച്ചു. ആ ഒരു ചിന്ത ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് മാറാനിടയായി. ഒരുപക്ഷെ അമ്മ ഒരു കർക്കശ നിലപാടെടുക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചത്. അമ്മയ്ക്ക് സ്നേഹമുണ്ടല്ലോ, മോളെ ഇത്രയും നാളും വളർത്തിയതല്ലേ, അമ്മയുടെ ഒരു രീതിയായിരിക്കും. തീർച്ചയായിട്ടും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബമാണ്, അതുകൊണ്ടായിരിക്കാം അമ്മ എങ്ങനെ പറഞ്ഞത്. മോളത് വിട്ടുകള എന്നൊക്കെ പറഞ്ഞ് വചനത്തിലോട്ട് ആ കുട്ടിയെ ക്ഷണിച്ച് കൊണ്ടുപോയി. കുട്ടി മിടുക്കിയായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ കോഴ്സ് തീർക്കാറായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ കുട്ടിക്ക് ആ ഒരു ചിന്തയില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കളോട് പറയുന്നതും തിരിച്ചും ഒക്കെ എത്ര ആഴത്തിലാണ് മുറിവുകൾ ഉണ്ടാക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. അപ്പോൾ വചനം നമ്മളോട് പറയുകയാണ്. ഇന്നത്തെ തലക്കെട്ടിന് അടിസ്ഥാനപരമായിട്ടുള്ള വചനം കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന്
നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോരുത്തരോടും സംസാരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കുടുംബാംഗങ്ങളോടും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരും, നമ്മളിൽ എളിയവരും നമ്മളിൽ ഉയർന്നവരും നമുക്ക് യാതൊരു പരിചയമില്ലാത്തവരും ഒക്കെ ഉണ്ടാകുമല്ലോ. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നന്നായി അവരോട് സംസാരിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹമാണെന്ന് കരുതണം. ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു നല്ല വാക്ക്, പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം മറ്റൊരു ആളെ എത്ര അധികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നാം ഒരിക്കലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ഒരു ക്ലാസ്സിൻ്റെ ഒരു അലുമിനൈ മീറ്റ് കഴിഞ്ഞ ദിവസം നടന്നു. അതിൽ ഒരു സ്റ്റുഡൻറ്റ്, അതായത് പ്രായമുള്ള ആൾ തന്നെയാണ്, പക്ഷെ അതിലൊരു സ്റ്റുഡൻറ്റ് പറയാണ്, സാറ് പറഞ്ഞ ഒരു വാചകം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിച്ചില്ല. നമ്മളെ ആരെങ്കിലും മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചാൽ സാർ എന്ന് പറഞ്ഞില്ലായിരുന്നോ, അവരെ ഒരു ബർമുട ഇട്ട് നമ്മൾ ഓടിക്കുന്നതായിട്ട് അങ്ങ് സങ്കല്പിക്കണം, അപ്പോൾ ആ വേദന അങ്ങ് മാറുമെന്ന്. അത് ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാചകം ശ്രദ്ധിച്ചില്ല. പക്ഷേ പലരാലും മുറിപ്പെട്ട മനസ്സുള്ള ആ ചേച്ചിക്ക്, ഞങ്ങളുടെ കൂടെ പഠിച്ച ആളാണ്, ഈ ഒരു സെൻറ്റൻസ് എത്ര അധികമായിട്ട് സ്പർശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ സംസാരിക്കുന്ന ഓരോ നല്ല വാചകങ്ങളും മോശം വാചകങ്ങളും തീർച്ചയായിട്ടും ഒരാളെ ഏറെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കും എന്നതിൽ സംശയമില്ല. ഏറെ ശിഷ്യസമ്പത്തുള്ള ഒരു അധ്യാപികയാണ് ഞാൻ ക്ലാസ്സിൽ പൊതുവായി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില വിജയങ്ങളൊക്കെ വരുമ്പോഴത്തേനും അവരെ അഭിനന്ദിക്കാറുണ്ട്. പക്ഷേ അതിലെ ചില വാചകങ്ങൾ നമ്മൾ മറന്നിട്ടുണ്ടാവും. പക്ഷേ ഓരോ കുട്ടികളെയും ഇൻഫ്ലുവൻസ് ചെയ്ത ചില കാര്യങ്ങളും അനുഭവങ്ങളും എല്ലാം അവർ വന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആകുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പറഞ്ഞ എത്രയോ നല്ല കാര്യങ്ങൾ ഓരോ കുട്ടികളുടെ മനസ്സിൽ ഇത്ര പോസിറ്റീവായിട്ട് ഇപ്പോഴും കിടക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് നാം വഴക്ക് പറഞ്ഞതും ഒക്കെ ഇതുപോലെ തന്നെ ബാധിച്ചിട്ടുണ്ടാവും എന്നതിൽ സംശയമില്ല. നമുക്ക് ആത്മീയമായി ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. നമ്മുടെ സംസാര രീതിയെ ഒന്ന് അപഗ്രഥിച്ച് നോക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയാനായി ഈ വചനങ്ങൾ നമ്മൾക്ക് സഹായമായി മാറട്ടെ. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, ഹൃദയം തകർന്നവരെയും വേദനിക്കുന്നവരെയും രോഗികളെയും ഒക്കെ വചനത്താൽ സുഖപ്പെടുത്തിയ യേശു ആരെയും മുറിപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. തെറ്റിനെതിരെ മാത്രമാണ് പ്രതികരിച്ചത്. നമ്മൾ മാനുഷികമായ ബലഹീനതയുള്ളവരാണ്. എങ്കിലും ഇന്നത്തെ ഈ വചന ശുശ്രൂഷ നമ്മുടെ സംസാര രീതിയെ ഒന്ന് മനസ്സിലാക്കാനും അല്പം കൂടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മാറ്റം വരുത്താനും കാരണമാകും എന്നതിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം. നമുക്കിതിൻ്റെ ആത്മീയ തലങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ആദ്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം ഇങ്ങനെയാണ്. സങ്കീർത്തനം 39:1. ഞാൻ നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുമ്പിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. നാവ് കൊണ്ട് നമ്മൾക്ക് എങ്ങനെ മുറിപ്പെടുത്താം, എങ്ങനെയാണ് ആഴത്തിൽ മുറിവേൽക്കുന്നത്, എങ്ങനെ ആയിരിക്കണം നമ്മുടെ സംസാരം എന്ന് നമുക്ക് വീണ്ടും ഒന്ന് കടന്നു എന്ന് നോക്കാം. വീണ്ടും വചനം പറയുകയാണ്, സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. പ്രഭാഷകന്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 17-ാം വചനമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ദൈവ ഭക്തിയുള്ള ഒരാളുടെ സംസാരം ആളുകൾ സ്വാഗതം ചെയ്യുന്നു, അതേപ്പറ്റി ചിന്തിക്കുന്നു, മാറ്റങ്ങൾ വരുത്താനും കാരണമാകുന്നു. നമ്മുടെ സംസാര രീതി എങ്ങനെയാണ്? നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് നാം എപ്പോഴെങ്കിലും പരാതി പറയുന്നുണ്ടോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മാഡം, ഞങ്ങൾ 50 പേരാണ് ഒരു ക്ലാസ്സിലുള്ളത്, 49 ആളുകളും എന്നോട് സംസാരിക്കുന്നില്ല. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, എന്നോട് മാത്രം സംസാരിക്കാൻ ആരുമില്ല. ഞാൻ തിരിച്ചു ചോദിച്ചു, ബാക്കി കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടോ? അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അവരെല്ലാം തമ്മിൽ കൂട്ടാണ്. പ്രിയപ്പെട്ടവരെ, എവിടാണ് പ്രശ്നം? 49 വിദ്യാർത്ഥികൾക്കാണോ
അതോ ഈ ഒരു വിദ്യാർത്ഥിക്കാണോ പ്രശ്നം? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, എന്നോട് മറ്റുള്ളവരെല്ലാവരും കയർത്ത് സംസാരിക്കുന്നു, ആരും എന്നോട് സ്നേഹമായിട്ട് ഇടപെടുന്നില്ല, എനിക്ക് ആരോടും സ്നേഹിക്കാനും സംസാരിക്കാനും സാധിക്കുന്നില്ല. നമ്മുടെ സംസാര രീതി മാറ്റേണ്ടിയിരിക്കുന്നു. എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ സംസാരം നിർത്തണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 11-12 വചനങ്ങൾ തീർച്ചയായും നമുക്ക് വഴികാട്ടിയാണ്. എന്ത് സംസാരിക്കുമ്പോഴും ദൈവമേ, നീ ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ നാവിലൂടെ വെളിയിൽ വരണമേ, അവർക്ക് പ്രയോജനമുള്ളത് മാത്രം സംസാരിക്കാൻ കർത്താവെ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ചില സമയം അത് തെറ്റുതിരുത്തലിനും ശാസനയ്ക്കും ഒക്കെ കാരണമാകും. എങ്കിലും അവരെ മുറിപ്പെടുത്താതെ സംസാരിക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് വ്യത്യാസം. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ സംസാര രീതിയിലെ പോരായ്മകളാണ് എങ്ങനെയെല്ലാം മുറിപ്പെടുത്തൽ ഉണ്ടാകാമെന്നുള്ളതാണ് പറയുന്നത്. സങ്കീർത്തനം 55:21 ഇങ്ങനെ പറയുന്നു, അവന്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു, പക്ഷേ അവന്റെ ഹൃദയത്തിലോ പടയൊരുക്കം. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയം, എന്നാൽ അവ ഉറയൂരിയ വാളുകൾ ആയിരുന്നു. ചിലപ്പോൾ ചില ആളുകൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു ചിന്തയായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കാം. നാം എപ്പോഴെങ്കിലും നമ്മുടെ സംസാര രീതി ഇങ്ങനെയാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മാറ്റണം. മറച്ചു വെച്ച് സംസാരിക്കുന്നത് ശരിയല്ല. നമ്മൾ വേറൊരാളെ അഭിനന്ദിക്കുമ്പോഴും അവരുടെ നേട്ടത്തിൽ അവരെ ഒന്ന് ഉയർത്തി സംസാരിക്കുമ്പോഴും ഒരിക്കലും നമ്മുടെ ഉള്ളിൽ വേറൊരു ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഇതും നമ്മുടെ സംസാര രീതിയുടെ ഭാഗമാക്കി നാം എടുക്കണം. ആത്മാർത്ഥമായി അവരെ അഭിനന്ദിക്കാനും അവർക്ക് ദൈവം കൊടുത്ത ഒരു ദാനത്തിൽ അല്പം പോലും അസൂയയില്ലാതെ സംസാരിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയണം. ആ വ്യക്തി യേശുവിൻ്റെ മകനാണ്, മകളാണ്, രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് എപ്പോൾ തിരിച്ചറിവുണ്ടാവുന്നോ ആ ആളെ ബഹുമാനിക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. 2 തിമോത്തിയോസ് 2:17 ഇങ്ങനെ പറയുന്നു, ഭക്തി രഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ചില സംസാര രീതി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മുറിവുകൾ വലിയ വ്രണം പോലെ വലുതായിക്കൊണ്ടേയിരിക്കും. കാരണം ആ വാചകം അവർ മനസ്സിലിട്ട് താലോലിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും നാം ദൈവത്തിൻ്റെ വചനമാണ് മനസ്സിൽ ആവർത്തിച്ച് പതിയേണ്ടതും ചിന്തിക്കേണ്ടതും. പക്ഷേ ചില മനുഷ്യരുടെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വ്രണപ്പെടുത്താൻ തക്ക രീതിയിൽ കാരണമാകും. നമ്മുടെ സംസാര രീതിയിൽ ഒരിക്കലും അത്തരം വാചകങ്ങൾ കടന്നു വരാതെ നാം ശ്രദ്ധിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. വീണ്ടും മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 18-ാം തിരുവചനം, വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ്, പക്ഷേ നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതില് ഏറെയാണ്. വാൾ കൊണ്ട് വീഴ്ത്തുന്നതിലും ഏറെയാണ് നാവ് കൊണ്ട് നാം വീഴ്ത്തിയിട്ടുള്ളവർ. പ്രിയപ്പെട്ടവരെ, ഈയിടെ ഒരു അമ്മച്ചി എന്നോട് സങ്കടം പറയുകയുണ്ടായി. ഈ അമ്മച്ചിയുടെ മോൾക്ക് വിവാഹാലോചനകൾ വരുന്നത് സ്വന്തം ബന്ധുക്കൾ തന്നെ അവിടെ തേടി കണ്ടുപിടിച്ച് പോയി മുടക്കുകയാണ്. എന്തിനാണ് നാം അങ്ങനെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഏറെ വിഷമം തോന്നിയ ഒരു സാഹചര്യമാണ്. ഏത് വിവാഹാലോചന വന്നാലും ബന്ധുക്കളാണ്, വേറുള്ള മനുഷ്യരായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് ഈ അമ്മച്ചി പറയുകയാണ്. ഇവർ മറ്റു പലരിൽ നിന്നും അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? സോ അവർക്ക് ഏൽക്കുന്ന മുറിവുകൾ അല്ലെ, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവര് അനേകരാണ്. 2-3 കല്യാണാലോചനകൾ മാറിപ്പോയി കഴിഞ്ഞിട്ട് ഈ അമ്മച്ചി പറയാണ്, പിന്നെ വരുന്നവർ പറയാണ്, ആ കുട്ടിക്ക് വരുന്ന ആലോചനയൊന്നും നടക്കാറില്ല, എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. നോക്കുക, നമ്മൾ നാവ് കൊണ്ട് തമാശയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പറയുന്നത് മറ്റൊരു കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നാം തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇനി മറ്റൊരു അനുഭവം, ചെറിയൊരു അനുഭവങ്ങളുടെ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു യുവാവ് വളരെ ഉയർന്ന ഒരു ഉദ്യോഗത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
പഠിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാം PG ലെവൽ വരെ കഴിഞ്ഞു. മറ്റൊരു മത്സര പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുവാവിൻ്റെ അമ്മ ദിവസവും എടുക്കുമ്പോഴത്തേനും പറയുന്ന വർത്തമാനമാണ്, ബാക്കി എല്ലാവരും പഠിച്ച് ഓരോ ജോലിയിലെത്തി, വെളിയിലോട്ട് പോയി രക്ഷപ്പെടാൻ തുടങ്ങി, ഇവൻ ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പയ്യൻ ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു, നാളെ എനിക്ക് ഒരാഴ്ച സമാധാനത്തോടെ എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരുമോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് പോയി ഒരാഴ്ച നിൽക്കാൻ സാധിക്കുമോ? ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നത്. ഒരു സെമിനാരിയിൽ ഒരച്ഛൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി അവിടെ ഒരു റൂമിൽ ഈ പയ്യൻ ഒരാഴ്ച താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വീട് ഏവർക്കും പ്രിയപ്പെട്ടതാകണം. മാതാപിതാക്കളായാലും മക്കളായാലും ആ വീട്ടിൽ ജീവിക്കാൻ വയ്യാത്ത രീതിയിലുള്ള സംസാര രീതി, സമാധാനമായിട്ടൊന്ന് പഠിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു 10-25 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് കരഞ്ഞാൽ എങ്ങനെയിരിക്കും? തീർച്ചയായിട്ടും നാം അതിൻ്റെ തീവ്രത മനസ്സിലാക്കുന്നുണ്ടാവില്ല. എനിക്ക് സമാധാനമായിട്ട് പഠിക്കാൻ പോലും സാധിക്കുന്നില്ല, എനിക്കൊരു മാറ്റം ആവശ്യമാണ്, ഒരാഴ്ചത്തേന് എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ എന്തെങ്കിലും മാഡത്തിന് ചെയ്യാൻ പറ്റുമോ? എവിടെ പോകും? കൂട്ടുകാരുടെ വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? ചിന്തിച്ചു നോക്കുക. നമ്മുടെ സംസാര രീതി വേറൊരാളുടെ ഹൃദയത്തിന് ആഴമായ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ, അവിടെ ജീവിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ, ഒരിക്കലും ആവാത്ത രീതിയിൽ നാം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇനിയും പറയുന്നു, യാക്കോബ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 6-ാം തിരുവചനം, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. ആ നാവാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ഏറെ കെയർഫുൾ ആണ് നാം ഓരോ വചനവും ഓരോ വാചകവും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ. ഇനിയും എന്നെ ഏറെ സ്പർശിച്ച മറ്റൊരു വചനമാണ് യാക്കോബ് ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. നാവ് കൊണ്ട് കർത്താവിനെയും പിതാവായ ദൈവത്തെയും നാം സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവാൽ ശപിക്കുന്നു. പലപ്പോഴും ഞാൻ ഇരുന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു വചനമാണിത്. നാം എത്ര പ്രാർത്ഥിച്ചാലും ചില സമയം സംസാരിക്കുമ്പോൾ നാവ് പിഴയ്ക്കാറുണ്ട്. സംസാരിക്കാൻ പാടില്ലാത്തത് നാം സംസാരിച്ചു പോകാറുണ്ട്. തീർച്ചയായും ആ സമയമൊക്കെ ചുണ്ടിലൊരു കുരിശ് വരയ്ക്കുകയും കുറേ സമയത്തേക്ക് സംസാരിക്കാതിരിക്കുകയും ചെയ്യാനുള്ള കൃപ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. സംസാരത്തിൽ തെറ്റുവരാത്തവൻ പൂർണ്ണനാണ് എന്നല്ലേ പറയാറുള്ളത്. സംസാരം കുറച്ചാൽ തന്നെ ഒരു പരിധി വരെ തെറ്റുകളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യം ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, ജോലി ചെയ്യുന്നവരാണോ, വീട്ടമ്മയാണോ, ഗൃഹനാഥനാണോ, മക്കളാണോ, സുഹൃത്തുക്കളാണോ, ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ സംസാര രീതിയിൽ അല്പം ഒരു മാറ്റം വരുത്താനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ കടന്നു ചെല്ലുന്നത് മറ്റുള്ളവർക്ക് സന്തോഷമാണോ അല്ലയോ? നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് ആത്മീയ ഉത്കർഷത്തിന് ഉതകുന്നതാണോ അല്ലയോ? നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സംസാരവും മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി, ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്ന ഒന്നാണോ? വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയെ ആഴത്തിൽ അടിച്ചമർത്തുന്ന രീതിയിലുള്ള വാക്കുകൾ നാം സംസാരിക്കാറുണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ സംസാര രീതി കുറ്റമറ്റതാകാനുള്ള കൃപയ്ക്കായി നമുക്ക് ശ്രമിക്കാം. ചില വാചകങ്ങൾ വർഷങ്ങൾക്കപ്പുറവും ആളുകൾ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഹൃദയത്തിലേറ്റ ആഴമായ മുറിവിനെയാണ് കാണിക്കുന്നത്. നാവിനെ നമുക്ക് ദൈവത്തിന് കൊടുക്കാം. കർത്താവെ, ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ സംസാരത്തെയും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ പറഞ്ഞ വാചകം കൊണ്ട് മനസ്സിന് ആഴത്തിൽ മുറിവേറ്റവരും ഒരിക്കലും മറക്കാൻ പറ്റാതെ വീണ്ടും വീണ്ടും ഇത് അയവിറക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യരുടെ സംസാര രീതിയല്ല, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം. മനുഷ്യർ ബലഹീനരാണ്. അവർ പലതും പറഞ്ഞിട്ടുണ്ടാവും.
പക്ഷെ കർത്താവ് നിന്നെ ബഹുമാനിക്കുന്നു, നിന്നെ വിലയുള്ളവനും അമൂല്യനുമായി കരുതുന്നു എന്നല്ലേ വചനത്തിൽ കൂടെ അരുളി ചെയ്തിരിക്കുന്നത്. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം. കർത്താവ് നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. യെശയ്യായുടെ പുസ്തകം 43-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് നമ്മളുടെ കാതിൽ സ്ഥിരം മുഴങ്ങേണ്ടത്. നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണ്. മനുഷ്യർ എന്തൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ ദൈവമേ, ഈ വചനഭാഗത്തിലൂടെ ഞങ്ങളുടെ സംസാര രീതിയെപ്പറ്റി അങ്ങ് സംസാരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, അങ്ങയുടെ നാവ് പോലെ ആകാൻ കർത്താവെ ഞങ്ങളുടെ നാവുകളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും തങ്ങൾക്ക് ആഴത്തിൽ മുറിവേൽപ്പിച്ച ഏതെങ്കിലും വാചകങ്ങളാൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, അങ്ങേ സ്നേഹ തൈലം പുരട്ടി ആ മുറിവ് ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസാര രീതി അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ആകാനും കർത്താവെ, ഞങ്ങളുമായി ഇടപെടുന്ന എല്ലാവർക്കും ആത്മീയ ഉത്കർഷം പ്രദാനം ചെയ്യുന്ന വാക്കുകൾ സംസാരിക്കാൻ തക്ക രീതിയിൽ ഞങ്ങളെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മനസ്സ് വിഷമിച്ചിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സംസാരം നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ നാവുകളെയും സംസാരത്തെയും ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരത്തിൽ പിഴവ് വരുത്താത്ത രീതിയിൽ മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന വാക്കുകൾ കൊടുക്കുന്ന ആളുകളായി ഞങ്ങൾ മാറട്ടെ. എന്തെങ്കിലും ബലഹീനതകളും പോരായ്മകളും ഞങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവെ, അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നാവുകളാൽ മുറിവേറ്റ എല്ലാ മക്കളുടെയും മുറിവുകൾ കർത്താവെ അങ്ങ് ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങൾ അനേകർക്ക് ലഭിക്കാനും അതുവഴി അങ്ങിലേക്ക് അവർ തിരിയുവാനും വേണ്ട ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. അമ്മേ മാതാവേ, അങ്ങ് എല്ലാ കാര്യവും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചതുപോലെ മാതൃക ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകല മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്കായി ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.